ഹായ്, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. എളുപ്പത്തിൽ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെക്കണം. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഉണക്കമുളകും പിന്നെ ചെറിയ അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നന്നായി കറിവേപ്പില ഇത് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സവോള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ലൈറ്റായിട്ട് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഫിഷ് മസാല, ലേശം മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലേശം നാരങ്ങ ഇതിലേക്ക് വയ്ക്കും പുളിക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ ചെമ്മീൻ നന്നായിട്ട് വെന്ത് ഡ്രൈ ആക്കി നമുക്കിതിനെ റോസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ് ഏകദേശം റെഡിയായിരിക്കുകയാണ്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. നമുക്ക് ബൗളിലേക്ക് മാറ്റാം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി വിഭവമാണ് ചെമ്മീൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും. ഇതേ രീതിയിൽ ഒത്തിരി ഗ്രേവി ഇല്ലാണ്ട് ചപ്പാത്തിക്ക് നമുക്ക് കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവമായി വീണ്ടും കാണാം.